ഹലോ, അസ്സലാമു അലൈക്കും. നഹലാസ് ഹിയർ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ചപ്പാത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഗീ റൈസും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് മഞ്ചൂരിയന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയ സോസും, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് വേണ്ടത്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് 1 മുട്ട ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10-15 മിനിറ്റോളം റെസ്റ്റിന് വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ അതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അതേപോലെ തന്നെ 4-5 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചാൽ ക്യാപ്സിക്കം കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് 2 മാഗിയുടെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്ക് മാഗി ക്യൂബ്സ് ഒക്കെ പറയും കേട്ടോ. അതിപ്പോൾ മാഗി ക്യൂബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ബോൺ പീസസ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് നമുക്ക് അതിൽ സ്റ്റോക്ക് എടുക്കാമെന്നുള്ളൂ. പെപ്പറും സോൾട്ടും ഇട്ടിട്ട് കുറച്ച് സ്റ്റോക്ക് എടുക്കാത്രേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂണും കൂടി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്, ഞാൻ ഇവിടുത്തെ കളർ ആഡ് ചെയ്യണില്ല, അതുകൊണ്ടാണ് ഞാൻ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് കേട്ടോ. കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാം. ഞാൻ കളർ അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1-1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബോയിലായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ സ്പ്രിങ് ഓണിയൻസ് ആണ് ഇടുന്നത്. സ്പ്രിങ് ഓണിയൻസ് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ ഒരുപാട് ടൈമൊന്നും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിങ്ങനെ ബോയിൽ ആയതുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ടൈറ്റായിട്ട് വരും. അതുകൊണ്ട് ഇത്തിരി വാട്ടറി ആയി ടൈപ്പ് സമയത്ത് തന്നെ അത് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചപ്പാത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ചപ്പാത്തിൻ്റെ കൂടെ നിന്നാണ് ട്രൈ ചെയ്തത്. നല്ല ഇഷ്ടമായ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹല.